അങ്ങനെ നമ്മുടെ സുഭാഷ് ഏട്ടൻ സുധീഷിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്, ഗായത്രിയെ പോയി കാണുന്നതിനും അതിനൊക്കെ പാടായിട്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടനോട് പറയും, നിങ്ങൾ കാരണം ഈ കണ്ട പ്രശ്നം ഉണ്ടായത്, നിങ്ങളിപ്പോൾ എന്തിനാണ് ഗായത്രിയോട് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത്, അതുകൊണ്ടല്ല ഇപ്പോൾ ഈ കണ്ട പ്രശ്നം ഉണ്ടായതെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, പിന്നെ നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ ചോദിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നത് നിധിയോട്, നിധി പറയട്ടെ ഞങ്ങളുടെ കല്യാണം ഒറിജിനൽ മാരേജ് ആണോ അതോ ഫേക്ക് മാരേജ് ആണോ നിധി പറയട്ടെ. നിധി ഒറിജിനൽ മാരേജ് ആണ് പറയുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ നിധിനെയും കൂട്ടിയിട്ട് ഗായത്രിയുടെ അടുത്ത് പോയിട്ട് ഞങ്ങളുടെ കല്യാണം ഒറിജിനലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം എന്ന് പറയുന്നത്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ പറയുന്നത്, നമ്മുടെ കല്യാണം ഫേക്കല്ലേ, എന്തായാലും ഞാൻ ആ കുട്ടിയടുത്തേക്ക് പോകണ്ട, ആ കുട്ടിയോട് പോയിട്ട് സംസാരിച്ചിട്ട് നിങ്ങളുടെ കല്യാണം ഞാൻ എത്രയും പെട്ടെന്ന് ഉറപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധി നികേഷിനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷാണെങ്കിൽ ആകെ പേടിച്ച് വരയ്ക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധി പോയിട്ട് ഗായത്രിയോട് കോംപ്രമൈസ് ടോക്ക് ചെയ്തിട്ട് ഗായത്രിയോടൊക്കെ സമാധാനിപ്പിച്ചിട്ട് അവൾ വാതിൽ അടച്ചിരിക്കണതൊക്കെ തുറപ്പിച്ചിട്ട് എന്തായാലും അവളെ മനസ്സൊക്കെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് തിരിച്ച് വരുന്നുണ്ട്. എന്തായാലും സുധീഷാണെങ്കിലോ പേടിച്ച് വരച്ചിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നിധി ഗായത്രിയെ കൂട്ടിയിട്ട് വന്നിട്ട് ഇവർ രണ്ടാളുടെയും വിവാഹം നടത്തി കൊടുക്കുന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ നിധി വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സുധീഷിൻ്റെ സ്നേഹം മുഴുവനും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് നമ്മുടെ ചാനലിലുണ്ട്.